ഇടയ്ക്ക് ആ ടൈം പറഞ്ഞത് നീ എനിക്കെതിരെ 10 പേരെ കൊണ്ടുവന്ന് ഇടിക്കാൻ പാടെന്നൊക്കെ പറഞ്ഞൊരു സംഭവം വന്നില്ല. ഏറ്റവും വെല്ലുവിടായി പാട്ടയാ ഇവനെ കൊണ്ട് നടന്നിട്ട് അയാളെ ഫെയിം യൂസ് ചെയ്തിട്ട് എക്സ്ക്ലൂസീവ് ഞാൻ പറയാം. ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ഇത്ര നാൾ ഇവന്മാരോടാണ് എന്നെ അധികം ആൾക്കാർക്ക് അറിയത്തില്ല. കാരണം ഞാൻ ഇവന്മാരോടാണെന്ന് കോമാളിത്തരം കാണിക്കാറില്ല. എനിക്ക് ഇവന്മാരെ ഫെയിം യൂസ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ഷോർട്ട് ഫിലിം ചെയ്യാം, ഇത് ചെയ്യുക എന്നേ ഉള്ളൂ. ഇവന്റെ കൂടെ നടന്നിട്ട് എനിക്ക് നല്ല രീതിയിൽ റീച്ച് ഉണ്ട്. നല്ല രീതിയിൽ ഞാൻ വിനീതേട്ടനെ വിളിച്ച തമിഴ് അതൊക്കെ സത്യം. ഓക്കെ, അപ്പം ഡയറക്ടർ എന്നുള്ള നല്ല പേര് ഇവൻ ആറേട്ടറിനെ ഇവൻ കാരണമാണ് ഫേമസ് ആയത്. അത് ഞാൻ അംഗീകരിച്ചു വരുന്നത്. എവിടെ ഞാൻ മടിയില്ലാതെ പറയും. അപ്പം ഇവൻ നല്ല രീതിയിൽ നിന്നോട് ഒരു പെണ്ണെ ഇപ്പൊ എന്റെ വിഷയങ്ങൾ ഇപ്പൊ കത്തി നിൽക്കുകയാണല്ലോ. അപ്പോൾ വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഈ ബ്രൈറ്റ് ഓൾ ബ്രൈറ്റ് എന്ന വ്യക്തി അത്ര മാന്യനല്ലെന്ന് എനിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം മെസ്സേജ് വന്നു. അത് ഞാൻ പറഞ്ഞില്ല, ഇന്നലെ വിളിച്ച് പറഞ്ഞു മെസ്സേജ് ഡിലീറ്റ് ആയി പോയി, ആ ബ്ലോക്ക് ആയി പോയി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പെൺകുട്ടി റിയ അല്ലാണ്ട് ഒരു പെൺകുട്ടി, ഒരുപാട് പെൺകുട്ടികൾ ബ്രൈറ്റിനെതിരെ സംസാരിക്കും, ബ്രൈറ്റ് ഫേമസ് ആണ്, വൈറലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവര് എനിക്കെതിരെ സംസാരിക്കും. ഈ പെണ്ണുങ്ങൾ ഏതോ പെണ്ണ എനിക്കറിയത്തില്ല കേട്ടോ. ആ പെണ്ണോട് ഞാൻ പറയും എനിക്കെതിരെ വന്ന് സംസാരിച്ചോ, വീഡിയോ ഇട്ടോ, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ തെളിയിക്കണം. ഞാൻ ഈ പെണ്ണിന് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നും വിളിച്ചിട്ടുണ്ടെന്നും ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെന്ന് അവള് തെളിയിക്കേണ്ടി വരും. മനസ്സിലായി? ചുമ്മാ ഒന്ന് ആർക്കും പറയാം. മനസ്സിലായോ? നീ അല്ലാതെ ചിന്തിക്കും. പിന്നെ വേറെന്തോ ചോദിക്കാം. പിന്നെ ഈ മറ്റേ നീ മറ്റേ ചില സമയത്ത് നീ വിളിക്കുമല്ലോ, ആരെയാ? ഒരു മണിക്കൂർ ഒരാളാണെങ്കിൽ അടുത്ത മണിക്കൂർ ഞാൻ വിളിക്കും. ഞാൻ ഇഷ്ടംപോലെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ആമ്പിളാരുണ്ട്. മോശമായിട്ട് ഇതേ എനിക്ക് 5 വർഷമായിട്ട് നീ വേണമെങ്കിൽ ഞാൻ ID പറഞ്ഞുതരാം. 5 വർഷമായിട്ട് സോബി ബാബ എന്ന് പറഞ്ഞാൽ അവരെ അത്യാവശ്യം അവർ വൈറലാണ്. പുള്ളിക്കാരി ചോദിക്കും ഞാൻ അങ്ങനെയാണ്. 5 വർഷമായിട്ട് എനിക്ക് പരിചയമുണ്ട്. എനിക്ക് ഫേസ്ബുക്ക് വഴി നീയും ഇപ്പോ ലൈം ലൈറ്റിൽ ഇപ്പോ ചെകുത്താന്റെ കൂടെ വീഡിയോസ് ഒക്കെ ചെയ്ത് ഫെയിം കിട്ടും. അപ്പോൾ നാളെ ഒരു യുവനടി നിനക്കെതിരെ ഒരു മറ്റേ ഇപ്പോ ട്രാൻസ്ജെൻഡർ പറഞ്ഞു വെച്ചല്ലോ, കുറെ വിഷയങ്ങളുണ്ടായി. ഇപ്പൊ ഒരു നടി അല്ലെങ്കിൽ ഒരു പെണ്ണ് പരാതിയായിട്ട് ബ്രൈറ്റിനെതിരെ ബ്രൈറ്റിന്റെ ഫോട്ടോ കാണിച്ച് 24 ഏഷ്യാനിലേക്ക് ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ബ്രൈറ്റ് എങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം FIR എഴുതാതെ ഇത് വരത്തില്ല, വാർത്ത വരത്തില്ല. അത് വലിയ ഏത് ചാനലാണെങ്കിലും FIR എഴുതി കേസ് രജിസ്റ്റർ ആണ്. ഒന്ന്, എനിക്ക് ഈ പെണ്ണുമായിട്ട് എനിക്ക് എന്ത് ബന്ധമുണ്ടെന്ന് തെളിയിക്കുക. അവിടുന്ന് ചിലപ്പം അവർ വിളിച്ച് ചോദിക്കും ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്, സംഭവം ഉണ്ടെന്ന് അവർ വിളിച്ച് ചോദിക്കും. നീ എത്ര പെണ്ണുങ്ങൾക്ക് മെസ്സേജ്? ഞാൻ പല പെണ്ണുങ്ങൾക്ക് മെസ്സേജ് ഈ മെസ്സേജ് അയക്കുന്നത് പറഞ്ഞാൽ അതെ ഞാൻ ചിലപ്പോ ഹായ് കഴിച്ചു എന്തുകൊണ്ട് സുഖമാണോ അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനൊരു പെണ്ണിനെ കെട്ടാന്നോ അല്ലെങ്കിൽ ഞാൻ വിളിച്ചിറക്കി കൊണ്ടുവന്നോ ഞാനൊരു പെണ്ണിനോട് ഞാൻ പറഞ്ഞു. അതാണ് നിനക്ക് പറ്റിയ അബദ്ധം. എന്തായാലും ഈ റിയോ അല്ലാണ്ടൊരു പെണ്ണ് നിനക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഐക്കുള്ളിലാകുമെന്ന് നിനക്ക് പേടിയില്ലേ? പറഞ്ഞ അവരാണ് ഒരുപാട് അല്ല അവരാണ് ഒരുപാട് രാഷ്ട്രീയക്കാർക്ക് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വേറെ പലരും വന്നു. ഇപ്പോ ഒരു പെൺകുട്ടി ഇപ്പൊ നീ എന്തായാലും ചെകുത്താൻ്റെ കൂടെ കൂടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ പോഡ്കാസ്റ്റിൽ അത് വൈറലായത് കൊണ്ടാണല്ലോ വിളിച്ചില്ലെന്നല്ല. എനിക്ക് ഒരുപാട് വേറെ നടിമാരുടെ കൂടെ ഞാൻ റീൽസ് ചെയ്യുന്നുണ്ട്, പരിപാടി ചെയ്യുന്നുണ്ട്. ഉൾക്കാലത്ത് ഞാൻ റീൽസ് അല്ല ഒരു 10-20 പെമ്പിള്ളേരെ ഡിലീറ്റ് ചെയ്യല്ല. കാരണം പെമ്പിളല്ല നടി ലക്ഷ്മി നക്ഷത്രാണ്ട് അതൊന്നും ഡിലീറ്റ് ചെയ്യില്ല. പിന്നെ ഏതാണ് നമ്മുടെ മറ്റേ അന്നരാജനായിട്ട് കൈ കൊടുത്തിരുന്നു. അതൊക്കെ വന്നിരുന്നു. അപ്പൊ അങ്ങനത്തെ റീൽസേ പറഞ്ഞു, അല്ലാണ്ട് ഡാൻസ്. അപ്പൊ ഈ പോഡ്കാസ്റ്റിൽ വന്നതിന്റെ ഉദ്ദേശം നിനക്ക്